ഹായ് ഗായ്സ്, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹുണ്ടയുടെ ഇയോൺ എന്ന് പറഞ്ഞ മോഡലാണ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. വണ്ടി കാണാൻ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താ പറയുക, ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് നല്ലൊരു വണ്ടി എടുക്കാം എന്നുള്ള കൺസെപ്റ്റിലാണ്. വണ്ടി ചെറിയൊരു വണ്ടിയാണ്, 800 cc ഉള്ളൂ. അത്യാവശ്യം എന്താ പറയുക, ലൈറ്റുള്ള മോഡിഫൈ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റുള്ള വണ്ടിയാണ്. കുഴപ്പമില്ല. അത്യാവശ്യം 800 cc എന്നുള്ളതെന്ന് പറഞ്ഞാൽ പറയാം. വണ്ടി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു അത്യാവശ്യം മൈലേജ് ബേസിൽ അത്യാവശ്യം നല്ലൊരു ഗുഡ് മൈലേജ് തന്നെ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഗായ്സ്, നമുക്ക് വണ്ടിയിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിലാണെങ്കിൽ വണ്ടിയുടെ ടയർ നമ്മൾ 13 ഇഞ്ചാണ് ഹുണ്ടേ നമുക്കിവിടെ സ്റ്റോക്ക് തരുന്നത്. നമ്മൾ ജസ്റ്റ് 13 ജസ്റ്റ് ഒരു 14 കൺവേർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി. അത്യാവശ്യം എന്താ പറയുക, കാണാനാണെങ്കിലും ബോഡിയിൽ നിന്നാണെങ്കിലും അത്യാവശ്യം വലിയ ഓവറായിട്ടുള്ള ചാട്ടമൊന്നുമില്ല. ഏകദേശം നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഇതിലാണ് നമുക്കുള്ളത് വണ്ടി. വണ്ടിയുടെ ഓൾമോസ്റ്റ് ലുക്ക് എന്ന് പറയുന്നതാണ് എല്ലാവർക്കും അറിയാമല്ലോ. ജസ്റ്റ് ഒരു 2014 മോഡൽ വണ്ടിയാണ്. 2014 മോഡൽ വണ്ടിയാണ് വണ്ടി വരുന്നത്. എന്താ പറയുക, 17,000 കിലോമീറ്ററാണ് ആകെ ഓടിയിട്ടുള്ളൂ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളെന്നൊക്കെ പറയാമെന്ന് വെച്ചാൽ ചെറിയൊരു വണ്ടിയാണ്. 800 cc ഉള്ളൂ വണ്ടിക്ക്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ, 800 cc ഉള്ളൂ. ചെറിയൊരു വണ്ടിയാണ്. അത്യാവശ്യം എന്താ കാണുമ്പോഴുള്ള ആ ഒരു ഇതൊന്നുമില്ല. വണ്ടി ചെറിയൊരു വാഹനം തന്നെയാണ് വണ്ടി. വലിയ ഓവർ പവറും കാര്യങ്ങളൊന്നുമില്ല. ഒരു 800 cc എന്നുള്ളത് അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം ഒരു ഫാമിലിക്ക് പറ്റിയ അത്യാവശ്യം നല്ലൊരു ഗുഡ് വണ്ടി തന്നെ പറയാം. പിന്നെ വണ്ടിയുടെ മൈലേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു 22 അറൗണ്ടാണ് വണ്ടിക്ക് മൈലേജ് വരുന്നത്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം കുഞ്ഞൻ വണ്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടീനെ, പിന്നെ ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എന്താ പറയുക, 4 പേർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു കംഫോർട്ടിൽ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണിത്. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ സർവീസൊക്കെ വരുന്നത് വെച്ചാൽ 10,000 കിലോമീറ്ററാണ് നമ്മുടെ സർവീസൊക്കെ വരുന്നത്. അത് നമുക്ക് മെയിനായിട്ടുള്ള മേജർ ചെക്കപ്പും കാര്യങ്ങളുള്ളൂ. ഓയിൽ ഫിൽറ്ററും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത്രേ ഉള്ളൂ. ഓയിൽ ജസ്റ്റ് മാത്രമേ ഉള്ളൂ. നമുക്കിൻ്റെ ഫ്രണ്ടിൽ നോർമലി ഡ്രമ്മാണ് വരുന്നത്, അലോയിലല്ല വരുന്നത്. ഗൈസ്, നമുക്ക് ഈ വണ്ടിയുടെ ജസ്റ്റ് ഇൻറ്റീരിയർ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇൻറ്റീരിയർ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നോർമൽ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നോർമൽ സ്റ്റിയറിംഗ് ആണ്. എന്താ പറയുക, അത്യാവശ്യം പവർ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് നോർമൽ സ്റ്റിയറിംഗാണ് വരുന്നത്. പിന്നെ നോർമൽ ഗിയറും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം എന്താ പറയുക എല്ലാ വണ്ടിയിലും കാണുന്നത്. ജസ്റ്റ് പിന്നെ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പവർ വിൻഡോ നമുക്ക് ഓപ്ഷൻ നമുക്ക് കാണാം. വേറെ എന്താ പറയുക, വേറെ മീറ്ററിൽ ബേസിക് ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് വണ്ടി ആക്ച്വലി കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ 47,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ എന്താ പറയുക, ഇത്രയും വണ്ടി എടുത്തിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു 2 ഇയേഴ്സോളമായി വണ്ടി എടുത്തിട്ട്. വണ്ടി ഇതുവരെ വേറെ പണികൾ അങ്ങനെയൊന്നും കാര്യമൊന്നും തന്നിട്ടില്ല. പിന്നെ എന്താ പറയുക, വണ്ടിയുടെ ഇൻറ്റീരിയർ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അത്യാവശ്യം ബാക്കിൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു വൈഡായിട്ടുള്ള സീറ്റാണ്, കുഴപ്പമില്ലാത്ത സീറ്റാണ് വരുന്നത്. ലെഗ് സ്പേസ് ആണെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, പൊക്കം കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റിയ സീറ്റാണ്, കുഴപ്പമില്ല. വണ്ടിയുടെ അകത്തെ ലുക്ക് ഇങ്ങനെയാണ്. നമുക്ക് ഈ വണ്ടിയുടെ ജസ്റ്റ് ഒരു ബൂട്ട് സ്പേസ് ജസ്റ്റ് ഒന്ന് കാണാം. എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല ലഗേജ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം എന്താ പറയുക, ഒരു ജസ്റ്റ് ഫാമിലിയുടെ എല്ലാ ഐറ്റംസും നോർമലി കയറും വണ്ടിയിൽ. ഓൾമോസ്റ്റ് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം എന്താ പറയുക, ഒരു 5 പേരുള്ള ലഗേജ് എന്തായാലും വണ്ടിയിൽ കയറും, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഫോഗ് ലാമ്പ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു വെട്ടം തന്നെ തരുന്നത് നമുക്ക്. പിന്നെ എന്താ പറയുക, ജസ്റ്റ് ഒരു മെഷ് ഇവിടെ അടിച്ചിട്ടുണ്ട്, നമുക്കിവിടെ കാണാം. ജസ്റ്റ് മെഷ് ഇവിടെ അടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം ലുക്കിന് വേണ്ടിയിട്ടാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല എന്താണ് ഫ്രണ്ടിൽ നിന്ന് കാണാനാണെങ്കിൽ അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ് കാര്യങ്ങൾ. നല്ല ലുക്ക് തന്നെയാണ് വണ്ടി വരുന്നത്. ജസ്റ്റ് നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം വണ്ടി. ഗൈസ്, വണ്ടി ഓടിക്കാനാണെങ്കിലും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയുക, അത്യാവശ്യം എന്താ പറയുക, ഒരു 800 cc ഉള്ള വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നത് ജസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല. ഒരുമാതിരി എന്താ പറയുക, ഒരു നല്ലൊരു കംഫോർട്ടിൻ്റെ വണ്ടിയുടെ വന്ന് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം പവർ സ്റ്റിയറിംഗ് ഒക്കെ തന്നെയാണ്, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. എ സിയുടെ കൂളിംഗ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് എ സി തന്നെ പറയാം ഹുണ്ടേ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹുണ്ടയുടെ വണ്ടി എല്ലാവർക്കും അറിയാമല്ലോ, നോർമലി അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ വണ്ടിയാണ്, നല്ലൊരു വണ്ടി തന്നെയാണ്. ഓടിക്കാണെങ്കിൽ വേറെ എക്സ്ട്രാ നോയ്സും നമുക്ക് അകത്ത് കേൾക്കില്ല. ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.